നമസ്കാരം മക്കളെ, മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ചാപ്റ്റർ മെട്രിസസ്, അതിനുള്ളിൽ 2 ചോദ്യങ്ങളാണ്. രസകരമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എളുപ്പം ചെയ്യുന്ന മെത്തേഡും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒത്തിരി ക്വസ്റ്റൻസുകളുണ്ട്. അതിലെ 2 എണ്ണമാണ്. നിങ്ങൾ ഈ ക്വസ്റ്റനൊക്കെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്കൊരു എൻട്രൻസിനൊക്കെ ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയുള്ളതാണ്. എൻട്രൻസിനും മെട്രിസസിനും ചോദിക്കുന്നത് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും, പക്ഷെ ഇത്തിരി ടൈം എടുക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് സ്പീഡപ്പ് ആക്കണം. എന്ന് പറഞ്ഞാൽ മെന്റൽ കാൽക്കുലേഷന്റെ പവർ കൂട്ടണം. എന്നെങ്കിലും എൻട്രൻസിന് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മെട്രിസസിന്റെ കേസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ആ രീതിക്കുള്ള സ്പീഡപ്പ് നല്ലപോലെ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ ക്വസ്റ്റിന് വേണ്ടി കുറെ സമയം കളയും, പല ക്വസ്റ്റൻസുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ ഓരോ ക്വസ്റ്റിനും ചെയ്ത് കാണിക്കുകയും അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസിലും തന്നുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ഇതിനോടകം എല്ലാവരും ഒന്ന് വായിച്ചിടാണ് അല്ലേ. A is equal to 4 minus 4 minus 4 4. If A cube is equal to K into A, then K is. ഇതാണ്. അപ്പൊ A cube എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം 3 ടൈംസ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ A ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം A into A യിൽ കൂടെ A സ്ക്വയർ കണ്ടുപിടിക്കണം. A സ്ക്വയർ into A യിൽ കൂടെ A ക്യൂബും കണ്ടുപിടിക്കണം. അപ്പൊ അവിടെ കൂടെ നമുക്ക് ആൻസർ കിട്ടാം. സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. A സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം A into A, that is 4 minus 4 minus 4 4 into 4 minus 4 minus 4 4. ഓക്കെ, നമ്മൾ സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് റോ ഇങ്ങനെ സെക്കൻഡിനെ കോളമായിട്ട്, ഫസ്റ്റ് മെട്രിക്സിനെ റോ വൈസും സെക്കൻഡ് മെട്രിക്സിനെ കോളം വൈസായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യും. ഇതിന്റെ ആൻസർ നോക്കി, ഈ നമ്പറുകൾ കാണുമ്പോൾ ഇതിന്റെ പ്രത്യേകത ഉണ്ട് അല്ലെ. എല്ലായിടും 4 ആണ്. ഇത് രണ്ടും പോസിറ്റീവിലും ഇത് രണ്ടും നെഗറ്റീവിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഏതാ? ഓരോ നമ്പറുകളും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരാമനെ 4 ഇല്ലയോ? 4 സ്ക്വയർ എത്ര? 4 സ്ക്വയർ 16. അത് 2 ടൈംസ് എടുത്താൽ മതി, 32 ആയിരിക്കും. അങ്ങനെയായിരിക്കും. ഒന്നുകൂടെ പറയാം, ഇത് 4കളാണ്. ഇത് രണ്ടും പോസിറ്റീവും ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 2 ടൈംസ് മീൻസ് 4 സ്ക്വയർ എത്ര? 16. 2 ടൈംസ് എന്ന് 32 ആയിരിക്കും എല്ലായിടും വരുന്നത്. ഇതുപോലെ ഇവിടെ എല്ലാം 5കളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഏത് നമ്പറുകളാണെങ്കിലും ആ രീതി കൂടെ നമുക്ക് നോക്കാം. 4 into 4 എത്രയാണ്? 16 പ്ലസ് മൈനസ് ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇതാണ് 4 into 4 16 മൈനസ് 4 into മൈനസ് 4 വരുന്നത് അത് എത്രയാണ്? 16. അപ്പൊ രണ്ടോട് ചെയ്യുമ്പോൾ 32 ആയില്ലയോ? ഇതാ ഞാൻ പറയാം കേട്ടോ. നെക്സ്റ്റ് 4 into മൈനസ് 4 മൈനസ് 16 ആണല്ലോ. 4 into മൈനസ് 4 മൈനസ് 16 പ്ലസ് മൈനസ് 4 into 4 അഗൈൻ മൈനസ് 16. ഇവിടെ അതുപോലെ തന്നെ മൈനസ് 4 into 4 മൈനസ് 16 ഇത് ഇൻറ്റു ഇത് അടുത്ത 4 into മൈനസ് 4 മൈനസ് 16. അടുത്ത മൈനസ് 4 into മൈനസ് 4 16 4 into 4 16. ആൻസർ ഈസ് ആരാണ്? 32 മൈനസ് 32 മൈനസ് 32 32. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഇതിനെ അടുത്ത സ്റ്റേജിലോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് അപ്പൊ നമുക്ക് A സ്ക്വയർ കിട്ടാൻ ഞാൻ ഈ പറഞ്ഞ പോലാണ് ഇതിന്റെ സ്ക്വയർ 2 ടൈംസ്. അപ്പൊ ഇവിടെ 5 ആണെങ്കിൽ 5 സ്ക്വയർ എത്ര? 25 2 ടൈംസ് 15 ആയിരിക്കും. എല്ലാ 50കളായിരിക്കും. 50 മൈനസ് 50 മൈനസ് 50 50 എന്നായിരിക്കും കേട്ടോ. ഇതൊക്കെ 5കളാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെ കണ്ട ഒരു K into A ഫോമിൽ ഉണ്ടല്ലോ, ഒരു A പുറത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പൊ A പുറത്ത് പറഞ്ഞാണ്ട് ഇതേപോലെ ഇവിടെ ഒരു മെട്രിക്സ് പറയണമെങ്കിൽ ഇവിടെ 8 പോയാൽ പോരായോ? കാരണം ഇതെല്ലാം 8 into 4 അല്ലയോ? ഇതെല്ലാം 8 into 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു 8നെ ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4 മൈനസ് 4 മൈനസ് 4 4 എന്നെടുക്കാം. ദാറ്റ് ഈസ് ആൻസർ വരുമ്പോൾ 8 into A ആണല്ലോ. അപ്പൊ A സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 into A എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്തത് A ക്യൂബ്. A ക്യൂബ് എന്ന് പറഞ്ഞാൽ A സ്ക്വയർ into A ആണ്. A സ്ക്വയർ നമുക്കിപ്പോ കിട്ടിയതേ ഉള്ളൂ അല്ലേ. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 into ആണല്ലോ. 8 into A സ്ക്വയർ 8 into A ഇല്ലയോ? 8 into A എന്നുള്ളത് നമുക്ക് അങ്ങനെ എഴുതാം. 4 മൈനസ് 4 മൈനസ് 4 4 അല്ലേ. അപ്പൊ A സ്ക്വയർ ഇത്ര A സ്ക്വയർ ആണ് ഇൻറ്റു A അഗൈൻ മൈനസ് 4 മൈനസ് 4 മൈനസ് 4 4. ദാറ്റ് ഈസ് 8 into. ഇപ്പൊ നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. ശരി, ഇത്രയും ഈ 2 മെട്രിക്സും ഇൻറ്റു ചെയ്യുന്നതിലേക്ക് കിടക്കുന്നത്. അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞ എല്ലാവരും ഇങ്ങനെ കിട്ടും. ഇല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ കിട്ടും? 80A നമുക്ക് വേണമെങ്കിൽ അത് വേണ്ട, അത്ര ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വേണ്ട. അപ്പൊ ഇത് ഇൻറ്റു ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ കിട്ടി 32 മൈനസ് 32 മൈനസ് 32 32. ദാറ്റ് ഈസ് 8 into. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇവിടുന്ന് ഒരു 8നെ നമുക്ക് പുറത്തെടുക്കാം.
8 into 8 into 4 minus 4 minus 4 4 that is 64 into ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടല്ലോ ഇവിടെ നിന്നെല്ലാം നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 8നെ എടുക്കാനുള്ള കാരണം ഇവിടെ എല്ലാം 4 വരണം. 4 വന്നെങ്കിലേ നമുക്ക് അതിനെ എ ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇവിടുന്ന് 8നെ പുറത്തെടുത്തു. അപ്പൊ ഓൾറെഡി ഇവിടെ 8 ഉണ്ടായിരുന്നു. ഒരു 8 ഇവിടെ വന്നപ്പോൾ 2 തവണ 8 ആയി. അപ്പൊ 8 into 8 64 into a എന്ന് കിട്ടുന്നുണ്ടോ. ഇത് എ ആണല്ലോ. അപ്പൊ 64 into അപ്പൊ നമുക്ക് a cube is equal to 64 into a. ഇവിടെ a cube equal to k into a ആണ്. അപ്പൊ ഈ k യുടെ പ്ലേസിൽ ആരാ വരേണ്ടത്? 64. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോജിക്ക് കിട്ടി കാണുമായിരിക്കും ഇതിനോടൊക്കെ അല്ലേ. ഇവിടെ എല്ലാം 4കൾ വന്നപ്പോൾ a ക്യൂബ് എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബ് ഉണ്ടല്ലോ 64 into a എന്നാണ് കിട്ടിയത്. അപ്പൊ അവിടെ ലോജിക്ക് നമുക്ക് ചെയ്തു തന്നിട്ട് കിട്ടി. ഇങ്ങനെ പല കാര്യങ്ങളും അല്ല നമുക്ക് ആദ്യമേ ലോജിക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. ഒരാൾ പറഞ്ഞ ട്രിക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാണാതെ പഠിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്തു വന്ന് മനസ്സിലായി ലാസ്റ്റ് ആയപ്പോൾ ഓക്കെ അതൊരു ക്ലിയർ ആയിട്ടായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലൂടെ കയറുകയാണ്. അതും മെട്രിക്സിലെ മറ്റൊരു നല്ല പ്രോബ്ലം ആണ്. ഇഫ് a equal to 1 1 0 1 then a raised to n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. a സ്ക്വയർ a ക്യൂബ് അങ്ങനെയുള്ള രീതി കൂടെ ഇവിടെ നോക്കിക്കേ. ഓപ്ഷൻസുകൾ നോക്കിക്കേ. n n 0 n n n 1 n 1 n 0 1 0 1 n n. ഇത് കാണുമ്പോഴേ ഒരു കൺഫ്യൂഷൻ ആണ്. കുഴപ്പമില്ല. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് എളുപ്പം ആൻസർ ഏതായിട്ട് നമുക്ക് ഫോം ചെയ്യുന്നത് a equal to 1 1 0 1. അപ്പൊ നമുക്ക് ഏകദേശം നിങ്ങൾ ഇപ്പോൾ ഇത്രയിനുള്ളിൽ നിന്നും എന്റെ രീതിക്കുള്ള നിങ്ങൾക്ക് തോന്നിയ ആൻസർ വേണേ പറയാം. ഇതിനുള്ളിൽ ഏത് ആൻസർ ആയിരിക്കും എന്നുള്ളത് ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആൻസർ ആയിട്ട് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം a raised to n ആണ്. നമുക്ക് ആദ്യം a സ്ക്വയറിനെ ഒന്ന് കണ്ടുപിടിക്കാം. ഇതൊക്കെ ലോജിക്കൽ വേയിൽ കൂടിയാണ് നമ്മുടെ ഫൈനൽ ആൻസർ എത്തുന്നത് കേട്ടോ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ a into a that is 1 1 0 1 into പിന്നെയും 1 1 0 1 is equal to നമുക്ക് എങ്ങനെ എഴുതും? ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത്. ഇങ്ങനെ നമുക്ക് റോ വൈസും കോളം വൈസായിട്ട് വരുമ്പോൾ 1 into 1 1 പ്ലസ് 1 into 0 0. അടുത്തത് പിന്നെയും 1 into 1 1 പ്ലസ് 1 into 1 1. അടുത്തത് 0 into 1 0 പ്ലസ് 1 into 0 0. ഓക്കെ. അടുത്ത 0 into 1 0 പ്ലസ് 1 into 1 1. അപ്പൊ നമുക്ക് കിട്ടിയത് 1 2 0 1. ഇതാണ് നമുക്ക് കിട്ടിയ a സ്ക്വയർ. a ക്യൂബ് എന്ന് പറയുമ്പോൾ a സ്ക്വയർ ഇൻറ്റു a എന്നാണ്. a സ്ക്വയർ 1 2 0 1 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 1 1 0 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഇങ്ങനെ കൊണ്ട് ചെയ്തു വരുമ്പോൾ 1 into 1 1 പ്ലസ് 2 into 0 0. അപ്പൊ ഇത് 1 തന്നെയാണ് കേട്ടോ. അടുത്ത് 1 into 1 1 പ്ലസ് 2 into 1 2. ആൻസർ അപ്പൊ ഇവിടെ 3 വരും കേട്ടോ. ഓക്കെ. അടുത്ത 0 into 1 0 പ്ലസ് 1 into 0 0. അപ്പൊ 0 പ്ലസ് 0 0. അടുത്ത 0 into 1 0 പ്ലസ് 1 into 1 1. ഇതാണ് നമുക്ക് കിട്ടിയ a ക്യൂബ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ a സ്ക്വയർ ഇത് a ക്യൂബ് ഇത് എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ചസ് വന്നേക്കുന്നത് എങ്ങനെയാണ് എവിടെയാണ് എന്നുള്ളത് നോക്കിക്കുക. എങ്ങനെയാണ് അതിന്റെ ചേഞ്ചസ് ആ ലോജിക്കൽ വേയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കുക 1 1 0 1. ഇവിടെ നിങ്ങൾക്ക് a സ്ക്വയർ വന്നപ്പോൾ ഈ നമ്പർ വ്യത്യാസമില്ല, ഈ നമ്പർ വ്യത്യാസമില്ല ഉണ്ടല്ലോ, ഈ നമ്പറിന് വ്യത്യാസമില്ല. ഈ 1 മാറി ആരായി 2 ആയി. a ക്യൂബ് വന്നപ്പോൾ ഈ എയിൽ നിന്നും a ക്യൂബിൽ എത്തിയപ്പോൾ ഈ 1ന് വ്യത്യാസം വന്നിട്ടില്ല, ഈ 0 അതേപോലെ ഉണ്ട്, ഈ 1 അതേപോലെ ഉണ്ട്, ഇതെന്തായിട്ട് മാറി 3 ആയി. അപ്പൊ നിങ്ങൾക്ക് അവിടെ ലോജിക്ക് കിട്ടി. a സ്ക്വയർ a ക്യൂബ് ഒക്കെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഏത് പൊസിഷനിൽ എങ്ങനെയാണ് മാറിയെന്നുള്ളത് മനസ്സിലായി. a സ്ക്വയർ വന്നപ്പോൾ ഇവിടെ 2 ആയി, വേറെ എങ്ങും മാറ്റമില്ല. a ക്യൂബ് വന്നപ്പോൾ ഇവിടെ 3 ആയി, ബാക്കിയൊന്നും മാറ്റമില്ല. അപ്പോൾ ഒരു പൊസിഷനിൽ മാത്രമേ മാറുന്നുള്ളൂ. അത് ഏതാണെന്നുള്ളത് മനസ്സിലായി. ഇത് സ്ക്വയർ ആയപ്പോൾ ഇവിടെ 2 ആയി, ഇത് ക്യൂബ് ആയപ്പോൾ ഇവിടെ 3 ആയി. അപ്പൊ 4 ആണെങ്കിൽ ഇവിടെ എന്താ റേസ് 4 ആണെങ്കിൽ ഇവിടെ മാത്രം 4 ആവും. അങ്ങനെ a റേസ് n ആയി കഴിഞ്ഞാൽ ഇവിടെ മാത്രം n ആവും, മറ്റു വ്യത്യാസമില്ല. ഇവിടെ 1 0 1 ഇവിടെ മാത്രം n ആവും. എന്ന് പറഞ്ഞാൽ 1 n എന്ന് തുടങ്ങുന്നതായിരിക്കും ആൻസർ. 1 n ഇതായിരിക്കും നമ്മുടെ ആൻസർ ഉണ്ടല്ലോ. 1 n 0 1 ഈ 3 നമ്പറിനും ഒരു വ്യത്യാസമില്ല ഉണ്ടല്ലോ. അതേപോലെ ഈ പൊസിഷൻ മാത്രം 1 എന്തായി n ആയി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ മനസ്സിലായി. ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിലായ ഒരു ഫീൽ ഉണ്ട് അല്ലെ. ഇങ്ങനെ നമുക്ക് മാത്സിനെ പഠിച്ചാൽ മാത്സ് വളരെ ഈസിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇത് മനസ്സിലാവാത്തതുകൊണ്ട് പലർക്കും വളരെ ദേഷ്യവും ഭയങ്കര പ്രയാസമാവും. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെ പിന്നെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാം. ഓക്കെ, 1 ഇയർ ക്ലാസ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് മാക്സിമം നിങ്ങൾക്ക് മെറ്റീരിയൽ നല്ലപോലെ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും.
ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഗുഡ് ബൈ.